എന്നെ പ്രാങ്ക് ചെയ്യണ്ട കേട്ടാ. എന്നെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയാണ് എടുക്കുന്ന. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ഞങ്ങളുടെ ഫ്രണ്ട് അഭിജിത്തിനെ പ്രാങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു ഇന്നത്തേത്. അതായത് ഞാനും ആരും കാറിലിരുന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അടി ഉണ്ടാക്കിയിട്ട് ലാസ്റ്റ് കാറിൽ നിന്ന് ഇറങ്ങി പോകുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ക്രിയേറ്റ് ചെയ്ത് അഭിജിത്തിന്റെ അപ്പോഴുള്ള ആ ഒരു റിയാക്ഷൻ എന്തായിരിക്കും, അല്ലെ അവൻ എങ്ങനെ ഈ ഒരു സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യും, അവൻ എങ്ങനെ റെസ്പോണ്ട് ചെയ്യും, ഇതായിരുന്നു ഞങ്ങൾ ഇന്ന് പ്ലാൻ ചെയ്തത്. ഈ ബസ് കാണുമ്പോ എന്താ ഓർമ്മ വരും? ഡബിൾ ഡെക്കർ ബസ്. ഇത് തൃശ്ശൂർ വല്ലതും ഉണ്ടോ? അത് KSRTC ഇല്ലല്ലോ. അല്ല, അവിടെ പ്രൈവറ്റ് ബസ് മാത്രമല്ലേ ഉള്ളൂ, ഗവൺമെന്റ് ഒന്നും ഇല്ലല്ലോ. തിരുവനന്തപുരം വിട്ട് അത് മാത്രമേ ഉള്ളൂ. അത് ഇവിടെ നിന്ന് പറഞ്ഞ ബസ് ലോങ് അല്ല, തിരുവനന്തപുരത്ത് നിന്ന് പറഞ്ഞ. ഇത് നമ്മൾ ചുമ്മാ ചുറ്റിക്കറങ്ങാൻ വേണ്ടിയുള്ള ബസ്സായിരുന്നു ഡബിൾ ഡെക്കർ ഒക്കെ. ടൈം പാസിന്. ഇൻട്രോ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യും. വെൽക്കം ബാക്ക്. ഇല്ല, ഇന്ന് ആര് ഇൻട്രോ പറയും? നീ ഞാൻ ഒന്നും പറയണില്ല. ആര് ഇൻട്രോ പറയാം? ആര് എന്റെ അടുത്ത് പറഞ്ഞേ, ഇവളുടെ ഏതോ ഒരു വീഡിയോയില് ഇവളുടെ മാട്രിമോണിയില് ഇവള് മറ്റേ വിളിച്ച് സംസാരിച്ചോണ്ടാണ് ആ വീഡിയോ കയറിയത്. ഇവളുടെ സൗണ്ട് ഒക്കെ ഉണ്ടാവും. അതിൽ എന്റെ സൗണ്ട് നല്ല. അതല്ലടാ, ഇൻട്രോ ആര് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. ഫസ്റ്റ് പറഞ്ഞു നോക്കട്ടെ, എന്നാലേ ആൾക്കാർ പറയുള്ളൂ കൊള്ളാമോ. അത് ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ചെയ്യാം. ഇല്ല, നീ ഇൻട്രോ പറ, ഇപ്പൊ പറ. ഇത്ര പേര് ഇരിക്കുന്നത്, ചുമ്മാ എന്തെങ്കിലും പറഞ്ഞാൽ മതി. നുള്ളാതെ പറഞ്ഞു, ഇനി കുഴപ്പമില്ല. എന്തായാലും ഇത്രയും പേരുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് ഇല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെ പറയാം ഇൻട്രോ. ഇപ്പൊ എല്ലാത്തിനും ഉണ്ണിച്ചണ്ട കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. നാണക്കേടാണെന്ന് പറഞ്ഞാൽ ഓ ഉണ്ണിച്ചണ്ടെന്ന് അറിഞ്ഞിരുന്നോ? കൊറേ ഉണ്ടല്ലോ, കൊറേ അരിച്ചാക്കം വെച്ചോണ്ട് നടക്കുകയാണ് ദിവസം ആവുമ്പോ. വയറാണെങ്കിൽ ഇപ്പൊ കിടക്കാൻ പോലും പറ്റണില്ല. തമ്മാതിരി വയറും. എന്ത് വയറ്? രാത്രി ചിലപ്പോ ഉണരണത് ഈ വയറ് തട്ടിയിട്ടായിരിക്കും. ഇവിടെ അത് തന്നെ. ഇല്ല, സൗണ്ട് വരുമല്ലോ. അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല. അറിയണ ആൾക്കാരെന്നല്ല, അവരെ മുമ്പ് ഇരുന്ന് പറയാൻ ഒരു കുഴപ്പമില്ല. ആ ഉണ്ണിച്ചന്റെ അത് ഇവരുടെയൊക്കെ അവിടെ അല്ലേ വീഡിയോയുടെ മുന്നിൽ വൈഫിനെ അങ്ങനൊന്നും കളിയാക്കി പറയാൻ എല്ലാ ഗേൾസും ഇങ്ങനെ അല്ലടാ. ശരി ശരി, ഞാൻ പറഞ്ഞാലേ പറ്റുള്ളൂ. എന്തോന്ന് എന്റെ ചന്ത സംസാരമാണെന്ന് കുണിച്ചല്ലേ പറഞ്ഞു. അരിച്ചാക്കുന്ന അത് അരിച്ചാക്ക ആയതുകൊണ്ട് അങ്ങനെ പറഞ്ഞേ. അരിച്ചാക്ക് കുറയ്ക്കാൻ നോക്കണം, എങ്കിൽ പിന്നെ ഇതാരും പറയത്തില്ലല്ലോ. ഞാൻ പറയുന്നില്ല എന്തായാലും. അല്ലെങ്കിൽ ആര് പറഞ്ഞ പോലെ എല്ലാവരും ഒരുമിച്ച് പറയാം, അത്രേ ഉള്ളൂ. അത് അതെന്തോന്ന് ഒരു മോശവും ഇല്ല. ഇവിടെ ഞാൻ ഒരു പ്രാവശ്യം പാനിപൂരി കഴിച്ചിട്ടുണ്ട്. അത് നോർമൽ പാനിപൂരി അല്ല, അതിന്റെ അകത്ത് നമ്മള് ലസ്സി കഴിച്ചു തരത്തില്ലേ, അതുപോലെ ദാൽപൂരിയോ അങ്ങനെ എന്തോ. ദഹിയാണോ? ദഹിപൂരി. അതെ, ദഹിയാണെങ്കിൽ തൈരാണ് വരുന്നത്. അതെ, ആ സാധനം കഴിച്ചത്. മിണ്ടാതിരിക്കാൻ. ഇവിടെ വേറെ ഇത്രയും പറയുമ്പോ ചാക്ക് എന്തോ പറയുന്നത്. മിണ്ടാതിരിക്കാൻ പാടില്ല. ഒരു ഇൻട്രോയും ഇല്ല. ചേട്ടാ എല്ലാരും കൂടെ പറയാം. ഗ്ലാസ് ആഡ് ചെയ്യാം. കണ്ടന്റുകൾ കൊള്ളാം. അല്ലെങ്കിൽ എവളുടെ ഹോസ്റ്റൽ എത്തി, കുറച്ച് പെമ്പിളരുണ്ട് അവിടെ. വിളിച്ചാൽ എല്ലാവർക്കും ഓക്കെ അല്ലേ? അതെ, നിങ്ങൾ അവരുമായിട്ട് പോകും. നല്ല കാര്യമാടാ. എങ്കിൽ അത് കട്ട് ചെയ്യാം. അത് ലാസ്റ്റ് എങ്ങാനും പറഞ്ഞാ പോരെ. ആദ്യം ഇപ്പൊ അല്ലാത്ത എന്തൊക്കെ കാര്യങ്ങൾ സംസാരിക്കാം, അല്ലാണ്ട് ഇൻട്രോ പറയേണ്ട ഒരിടത്തും ഇറങ്ങാൻ പറ്റൂലേ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മളിപ്പം പോകുന്നത് അത് ഞാൻ പൊട്ടി, എനിക്ക് അറിയാൻ പാടില്ല. അതാണ് ഇരിക്കുന്ന ശംഖുമൊത്താണ് പോണത്. ഇതുപോലെ ഒരെണ്ണത്തിനാണല്ലോ ദൈവം എന്റെ തല കെട്ടി വെച്ചത്. ഇൻട്രോ പറയാനുള്ള മൂഡിലല്ല, ഈ കാര്യങ്ങൾ പറയാനാണ് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് ഇപ്പൊ അതിന് വേണ്ടിട്ട് വല്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ടോ? ഒരു സെന്റൻസ് പറഞ്ഞാൽ മതിയല്ലോ. കപ്പിൾ ചാനൽ രണ്ടുപേരും സംസാരിക്കണ്ടേ? എനിക്ക് പ്രാന്താവോടെ ലാസ്റ്റ് റെക്കോർഡ് ഇവളൊന്നും മിണ്ടേയില്ല. അല്ല, ഞാൻ അങ്ങോട്ട് പറയാൻ വരുമ്പോ ഉണ്ണിച്ചോട് എന്തോന്ന് പറഞ്ഞാൽ അതിന്റെ ഇടയിൽ കയറി സംസാരിക്കും. എനിക്ക് പിന്നെ എത്രയോ പ്രാവശ്യം അന്ന് ഇവര് MOTയിൽ പോയില്ലേ, ആ ടൈമിൽ ഞാൻ ഇടയ്ക്ക് പറയാൻ വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ അവരുടെ ചിരിയൊക്കെ കണ്ടപ്പോഴത്തേക്കും എനിക്കും ഭയങ്കര ചിരി മാത്രമല്ല എന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് കുറെ അങ്ങ് കയറി പറയാൻ തുടങ്ങി. അല്ലെങ്കിൽ എന്നെ പറഞ്ഞ് അങ്ങ് വിളിക്കപ്പെട്ടില്ലല്ലോ. അങ്ങനെ ഗ്യാപ്പ് അത് നമുക്ക് കട്ട് ചെയ്ത് കളയല്ലോ. പിന്നെ അതിനാണ് എഡിറ്റർ ഇരിക്കുന്നത്. എഡിറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അത് കട്ട് ചെയ്ത് കളയണം. അല്ലാത്ത മര്യാദ സംസാരിക്കില്ല. ആൾക്കാർ കൂടുമ്പോ ഇങ്ങനെ നടന്ന് ചുമ്മാ ഇപ്പൊ സംസാരിക്കുമല്ലേ. വീഡിയോ വേണം, പക്ഷെ ലാസ്റ്റ് വീഡിയോയിൽ സംസാരിച്ചല്ലോ മറ്റേ അമ്മമാരുടെ വീഡിയോ. ഞാൻ സംസാരിച്ചു, അത് കേൾക്കൂലല്ലോ. അല്ലാണ്ട് ഇതുപോലെ ഇങ്ങനെ വാശി കാണിക്കുന്ന എന്തിന്?
പറ്റൂല. ഇല്ല, ഉണ്ണിച്ചേട്ടൻ ചുമ്മാ ഇതാവരുത്. ചേട്ടനും അപ്പൊ പ്രശ്നം ഉണ്ടാക്കാനാണോ തുടങ്ങിയിരിക്കുന്നത് എന്റെ കൂടെ നിന്ന്? അല്ല, ഒരുമിച്ച് ചെയ്യുമ്പോൾ കഴിഞ്ഞാൽ പിന്നെ തോന്നൂല. അതല്ല, നമ്മൾ ഒരുമിച്ച് ചെയ്യുമ്പോഴേ ഇവ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരുപോലെയൊക്കെ നിൽക്കണം. ഇത് എവള് മാത്രം ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് പിന്നെ ഭ്രാന്താവൂലേ? ആണ് ഇപ്പൊ സംസാരിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ ലാസ്റ്റ് വീഡിയോയിലൊക്കെ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ എന്ന് മാത്രം പറയാൻ പോലും. എങ്കിൽ പിന്നെ എന്റെ ഫ്രണ്ടിൽ നിന്ന് ഡാൻസ് കളിക്കാൻ പറ്റും എല്ലാവരും നിൽക്കുമ്പോഴത്തേക്കും? നമ്മൾ ഡാൻസിന്റെ വീഡിയോ ആണ്. ഇല്ല, ഇത്രയും പേര് നിൽക്കുമല്ലേ? നമ്മള് ഡാൻസിന്റെ വീഡിയോ ആണ്. അല്ല, നമ്മള് ഡാൻസിന്റെ വീഡിയോ ആണ്. സ്റ്റാർട്ടിങ് നിനക്ക് ഒരു ചമ്മലുണ്ടായിരുന്നത് പറയാൻ വേണ്ടി. എനിക്ക് പിന്നെ ഓൺ വോയിസ് എടുത്താണ് നീ സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ ആര് കുറച്ചു മുമ്പ് പറഞ്ഞു ഞാൻ വീട്ടിൽ പോയിട്ട് ഓൺ വോയിസ് എടുക്കാന്ന്. അപ്പൊ അതിന് അവള് കോൺഫിഡന്റ് ആണ് അല്ലേ? ആണോ? നേരത്തെ പറഞ്ഞു വീട്ടിൽ പോയി എടുക്കാന്ന് പറഞ്ഞു. വല്ലോണ്ട് വാ തുറന്ന് പറ. അപ്പൊ നേരിട്ട് ലൈവായിട്ട് വാ തുറന്ന് പറ. ചിരിക്കുന്ന പ്രാങ്ക് അല്ലേ ഗൈസ്? എല്ലാരും കണ്ണില് ചൊറിയുന്നു, മൂക്കില് ചൊറിയുന്നു, ശരിയാണായിരിക്കും. ഇതിനിടയ്ക്ക് ഷെറിന് വീഡിയോ എടുക്കുന്നതിലാണ് ഹൈലൈറ്റ്. നമ്മളിപ്പം ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശംഖുമുഖത്താണ്. അപ്പം ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മളിപ്പം ഇത്രയും പേരുണ്ട്. അഖിലുണ്ട്, ഷെറിനുണ്ട്. ഷെറിനെ നിങ്ങൾ കപ്പിൾസ് ആണോ ഗൈസ്? ഇവിടെ നമ്മുടെ താരം ആര്യയുണ്ട്, ജെനിയുണ്ട്, പിന്നെ ഞാനുണ്ട്, അവനുണ്ട്. അപ്പൊ ഓരോരുത്തർക്കും ഓരോ ടാസ്ക് കൊടുക്കും. അതായത് ട്രൂത്ത് ഓർ ഡെയർ എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തർക്കും ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. അപ്പം ഞാൻ ട്രൂത്ത് ആണ് എടുക്കണമെങ്കിൽ എന്റെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കാം, ഞാൻ ഒരു ട്രൂത്ത് പറയുക കറക്റ്റ് ആയിട്ടുള്ളത്. അല്ല ഡെയർ ആണ് കൊടുക്കുന്നെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇവര് പറയുന്ന ഒരു ഡെയർ ചെയ്യണം. പട്ടിപ്പം മൂത്രം ഒഴിക്കും. ബൈ ബൈ, സോറി. ഫസ്റ്റ് നമുക്ക് ജെനിക്ക് ചാൻസ് കൊടുക്കാം. ഓക്കെ ജെനി, അപ്പൊ നിനക്ക് എന്താ, ട്രൂത്ത് ആണോ ഡെയർ ആണോ? അതല്ല ജെനി, നിനക്ക് ട്രൂത്ത് വേണോ ഡെയർ വേണോ പറഞ്ഞു. മൈക്കാണ് ഗൈസ്, തിരുവരിക്കരുത്. എടാ അവന്മാരോടാ സ്കൂട്ടായി. അവന്മാര് കപ്പിൾസ് ആണ് ഗൈസ്. ട്രൂത്തോ ഡെയർ? എനിക്ക് ഡെയർ. അപ്പൊ ജെനിക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്ന ഡെയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലായ മലയാളി കപ്പിൾ. ഓക്കെ, മലയാളി കപ്പിളിൽ ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട്. ഏതെങ്കിലും ഒരു സ്ട്രേഞ്ചറിന്റെ അടുത്ത് പോയി സംസാരിച്ച് നമ്മുടെ ചാനൽ ഒന്ന് ഫോളോ ചെയ്യിപ്പിക്കണം. ഇതാണ് ജെനിക്കുള്ള ടാസ്ക്. ഓക്കെ അല്ലേ? അതിന് നീ കയ്യിൽ ഫോൺ എടുത്തോ? ഫോൺ എന്തിനാ? അത് അവരുടെ ഫോണിലല്ലേ ജീവിക്കാനുള്ള. ആദ്യം ബുദ്ധിയുള്ള ആരെങ്കിലും കൊണ്ട് വാ, എന്നിട്ട് ഞാൻ വീഡിയോ എടുക്കാൻ വരാം. ഇല്ല, ആരും ഇപ്പം ചൂസ് ചെയ്യാം. ഫസ്റ്റ് എനിക്ക് ട്രൂത്ത് മതി. ഹായ് ഗൈസ്, നമ്മൾ ചെറിയൊരു ചെറിയൊരു യൂട്യൂബ് വീഡിയോസ് ചെയ്യുന്നവരാണ് ഇവർ രണ്ടുപേരും. ഞങ്ങൾ അവരുടെ ഫ്രണ്ട്സാ. അപ്പൊ ഇവിടെ വന്നപ്പോ നമ്മൾ ജസ്റ്റ് ഒരു ഗെയിം ചെയ്യുക, ട്രൂത്ത് ഓർ ഡെയർ. അപ്പൊ ഇവരെ എനിക്ക് തന്നൊരു ടാസ്ക് ആണ്. ഇവരുടെ ചാനൽ, യൂട്യൂബ് ചാനല് ഒരാളെ കാണുന്ന ഒരു സ്ട്രേഞ്ചറിനെ കൊണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം. അപ്പൊ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാവോ? മലയാളി കപ്പിൾ. താങ്ക് യു ഗൈസ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ ടാസ്ക് ഇവിടെ കഴിഞ്ഞു. ജെനിയുടെ ടാസ്ക് കഴിഞ്ഞിട്ട് ഞാനും ആരുമായിരുന്നു അടുത്ത ടാസ്ക് ചെയ്തത്. അതിന്റെ വീഡിയോ എടുത്തത് അഭിജിത്തും. പക്ഷെ അഭിജിത്ത് ഒരു 8ന്റെ പണിയാണ് ഞങ്ങൾക്ക് തന്നത്. കാരണം ജെനിയാണ് എനിക്ക് ടാസ്ക് തന്നത്. അവിടെയുള്ള ഏതെങ്കിലും ഒരു സ്ട്രേഞ്ചറിനെ പോയി മീറ്റ് ചെയ്ത് അയാളുടെ കയ്യിൽ നിന്ന് ₹1 കോയിൻ വാങ്ങണം. അതായിരുന്നു എന്റെ ടാസ്ക്. ഗൂഗിൾ പേയിലല്ല, കോയിൻ ആയിട്ട് തന്നെ വാങ്ങണമായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ആര്യയ്ക്ക് കൊടുത്ത ടാസ്ക് ബീച്ച് സൈഡിലോട്ട് പോയിട്ട് അവിടെ നിന്ന് കുറച്ച് വേസ്റ്റ് പറക്കി വേസ്റ്റ് ബിന്നിൽ കൊണ്ടിടുക എന്നുള്ളതായിരുന്നു ടാസ്ക്. രസകരമായി ഈ 2 ടാസ്കും അഭിജിത്ത് റെക്കോർഡ് ബട്ടൺ ഓൺ ആക്കാത്തതിന്റെ പേരിൽ ഞങ്ങൾക്ക് മിസ്സായി. ശരിക്കും പറഞ്ഞാൽ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് അഭിജിത്തിന്റെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് പറ്റിയ കാര്യം ഞങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഈ ഒരു വീഡിയോയിൽ എന്റെ ആര്യയുടെ ആ ഒരു ക്ലിപ്പ് ഉൾപ്പെടുത്താൻ പറ്റാത്തതിൽ ഞങ്ങൾക്ക് വളരെയധികം വിഷമമുണ്ട്. പക്ഷെ ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, നമുക്കിനി അഭിജിത്തിന്റെ ടാസ്ക് കാണാം. ഇവിടെയുള്ള ആരുടെയും മുന്നിൽ പോയിട്ട് ഒരു ചെറിയൊരു റൈംസോ പാട്ടോ അങ്ങനത്തെ എന്തെങ്കിലും പാടിയിട്ടോ, എന്തെങ്കിലും മതി. ഞാൻ അറിഞ്ഞു, പക്ഷെ ഒരു പാട്ടോ റൈംസോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കണം. കുറച്ച് കൂടുതലാണ് യൂട്യൂബാണ്. ഇല്ല, അവിടെ ഒരുപാട് പയ്യന്മാരൊക്കെ ഉണ്ടല്ലോ. എനിക്ക് പാട്ട് പാടാൻ അറിയില്ല. ഡെയർ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് ചെയ്യണം. ഇപ്പൊ ഒരാൾ പോയി തെണ്ടിയിട്ട് വരെ വന്നു. ഇല്ല, ഞാൻ എവിടെ ഞാൻ തലയങ്കുത്ത് നിൽക്കാൻ പറഞ്ഞ പറ്റൂല, എനിക്കത് പറ്റൂല, അറിഞ്ഞൂടാ എന്ന് പറഞ്ഞു. അതിവിടെ ഇല്ല. അവരുടെ അടുത്ത് വെറുതെ ഇന്ററാക്ഷൻ ചെയ്താൽ മതി, സംസാരിക്കാം. ഓക്കെ ഗൈസ്, നിങ്ങൾ അവിടെ നിന്നോ? ഞാൻ ഈ ഒരു പരിസരത്ത് നിൽക്കാം. നിങ്ങൾ അവിടെ നിന്നോ? അല്ലാണ്ട് അടുത്തോട്ട് വരണ്ട. അവരെ വിളിച്ചിട്ട് ഞാൻ പാട്ട് പാടണോ അതോ അടുത്ത് പോയി ആള് കേൾക്കണം? ആള് കേട്ടാ മതി അല്ലേ? ട്വിങ്കിൾ ലിറ്റിൽ സ്റ്റാർ എന്റെ അമ്മ പറ്റി. ഗൈസ് ടെൻഷൻ ആവുന്നു ഗൈസ്. ടൈം ഇല്ല. അപ്പൊ മലയാളി അല്ല? അപ്പൊ മലയാളിയാണോ? അല്ലെന്ന്. ഡിസ്റ്റൻസിലെ 3 ചേട്ടാ വീട് എവിടെയാ? 3 കളർ വൈറ്റ്.
എവിടെയാ വീട്? കാർ ബീഹാർ. Why this കൊലവെറിക്ക്? ആ പിള്ളേരൊക്കെ നോക്കണോ? ചേട്ടന്റെ ക്യാമറ. They're completed. ആ ചേട്ടനെ വിളിച്ചിട്ട് ആ ചേട്ടന്റെ മുഖത്തേക്ക് ഞാൻ പാട്ട് പാടി. ഇതിന്റെ അപ്പുറത്ത് എന്താ വേണ്ടത്? ഭാഗ്യത്തിന് പുള്ളി മലയാളിയല്ല. എന്റെ ഡെയർ കംപ്ലീറ്റഡ് ആണ്. അങ്ങനെ ഡെയർ ഒക്കെ കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഞങ്ങൾ ഇതാ ഈ ഒരു ചേട്ടനെ കാണുന്നത്. ചേട്ടന്റെ കയ്യിൽ ചേട്ടൻ തന്നെ ഉണ്ടാക്കിയ കുറച്ച് പാവകളുണ്ട്. ആ പാവകൾ വെച്ചിട്ടുള്ള ഒരു ഷോ ആണ് ചേട്ടൻ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ശംഖുമുഖത്ത് വൈകുന്നേരം 5 മണി മുതൽ രാത്രി 12 മണി വരെ ഈ ചേട്ടന്റെ ഷോ നമുക്ക് കാണാം. ഈ ചേട്ടന് നമ്മുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അത് നമുക്കൊന്ന് കേട്ട് നോക്കാം. കേട്ടതിന് ശേഷം നിങ്ങൾക്ക് ഈ ചേട്ടന് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ പറ്റുമെങ്കിൽ ഈ ചേട്ടനെ ഒന്ന് കോൺടാക്ട് ചെയ്യുക. ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ശ്യാംലാൽ എന്നാണ്. തിരുവനന്തപുരം ജില്ലയിൽ വെമ്പായമാണ് സ്ഥലം. ഇത് നിങ്ങളിപ്പോൾ ഈ കണ്ട ഈ ഒരു പാവ ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിയതാണ്. ഒരുപാട് വർഷത്തെ ഒരു പ്രയത്നത്തിന്റെ ഫലമായിട്ട് കിട്ടിയ 2 പാവകളാണ്. ആദ്യം ഞാൻ ഈ ഒരു പാവമായിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇവിടെ നമ്മുടെ ഈ ശംഖുമുഖം ബീച്ചിൽ വന്നിട്ട് ഇങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ട് ഒരു 3-4 വർഷമൊക്കെ കഴിഞ്ഞിട്ട് വേറൊരു പാവയും കൂടെ ചെയ്ത് അങ്ങനെ 2 പാവയും കൂടെ വെച്ചിട്ട് പിന്നെ മ്യൂസിക്കൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒന്ന് സെറ്റായതാണ്. അപ്പോൾ ഈ പാവ എന്ന് പറയുമ്പോൾ ഇത് ശരിക്കും വിദേശ രാജ്യങ്ങളിലാണ് ഇങ്ങനെയുള്ള ഈ ഒരു ടൈപ്പ് പാവകൾ കണ്ടുവരുന്നത്. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കർട്ടന്റെ പുറകിലൊക്കെ ചെയ്യുന്ന പാവകളൊക്കെ ഒരുപാട് ഉണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഇപ്പോൾ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇനി ഒരുപാട് എന്താണ് നമ്മുടെ ഈ സന്ദേശങ്ങൾ നൽകുന്ന രീതിയിലുള്ള പാവകളൊക്കെ നമുക്ക് സ്കൂളിലൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സേവ് നേച്ചർ അതുപോലെ തന്നെ ലഹരിക്കെതിരെയൊക്കെയുള്ള പാവകളൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിന്റെ ഒരു ഫണ്ട് സ്വരൂപിക്കുന്നതിന് വേണ്ടിയിട്ട് കൂടിയാണ് ഞാൻ ഈ നമ്മുടെ ഈ ബീച്ചിൽ ഇങ്ങനെ ഷോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ എനിക്കിനിയും എല്ലാവരുടെ സപ്പോർട്ട് ഉണ്ടാകണം. പിന്നെ നമ്മുടെ ഫ്ലവേഴ്സ് കോമഡി ഉത്സവം, അമൃത TV കോമഡി മാസ്റ്റേഴ്സിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ഗവൺമെന്റ് പരിപാടികൾ ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ട്. നമ്മുടെ അന്താരാഷ്ട്ര പുസ്തകോത്സവം നമ്മുടെ നിയമസഭാ മന്ദിരത്തിലൊക്കെ ഉണ്ടായിരുന്നു. സ്കൂളിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് പ്രോഗ്രാംസ് വിളിക്കാറുണ്ട്. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം.